Hi friends, FELKIT YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർഡിനോയിൽ എങ്ങനെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്ത് തുടങ്ങാം എന്നുള്ള കാര്യമാണ്. ആർഡിനോ എന്താണ് ആർഡിനോ ബോർഡ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആർഡിനോ യുനോന്റെ ബോർഡാണ്. ആർഡിനോ മിനി ഇവിടെ കാണാനില്ല. ആർഡിനോ പ്രോ മിനി ബോർഡ് ഇവിടെ ഉണ്ട്. ഈ പ്രോ മിനി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് USB സോക്കറ്റ് ഒന്നുമില്ല. നമുക്കിവിടെ ഇതുവഴി ഒരു പ്രോഗ്രാമറിൽ നിന്ന് ഡാറ്റ ഇതിലേക്ക് കൊടുക്കണം. ഒരു പ്രോഗ്രാമറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് പ്രോഗ്രാമറിനെ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ ഈ കാണുന്നത് ഒരു പ്രോഗ്രാമറാണ്. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാമർ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആർഡിനോ യുനോനെ തന്നെ ഒരു പ്രോഗ്രാം യുനോ വെച്ചിട്ട് ചെയ്യാനാണ്. യുനോ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്ന്. അപ്പൊ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കോഡുകളൊക്കെ ആദ്യം ടൈപ്പ് ചെയ്യണം. കോഡൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ, ഇവിടെ ആർഡിനോ എന്ന് കാണുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത്. ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫ്രീ ആണ്. അതായത് പിന്നെ ഇത് വേറെ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ടതോ അല്ലെങ്കിൽ ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നേരെ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ആർഡിനോ എന്നുള്ളത് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ സോഫ്റ്റ്വെയർ ലഭിക്കും. നമുക്കിവിടെ ardino.cc എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആർഡിനോയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാർഡ്വെയർ, ഇതിൽ ഹാർഡ്വെയറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആർഡിനോനെ ഇവരുടെ അടുത്ത് തന്നെ വേണമെങ്കിൽ മേടിക്കാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ സോഫ്റ്റ്വെയർ എന്നുള്ള ഭാഗമുണ്ട്. സോഫ്റ്റ്വെയറിൽ പോവുക. സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം കിട്ടും. ഇന്റർനെറ്റ് ഇച്ചിരി സ്ലോ ആണ്. ഇവിടെ ലോഡ് ആയിട്ട് ബാക്കി വീഡിയോ ഇടുക. ഓക്കെ, ഈ പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർഡിനോ IDE 1.8.19 എന്നുള്ള വേർഷൻ കാണാം. അപ്പൊ ഇതിൽ ഇവിടെ കണ്ടോ, അതിൽ നമുക്ക് വിൻഡോസ് 7 ആൻഡ് ന്യൂവർ, വിൻഡോസ് 7 അതിന്റെ മുകളിലേക്കുള്ളത്. പിന്നെ ഇതാകൊണ്ട് വിൻഡോസ് 8 ഓർ 10 അതിലേക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം. ലിനക്സിലേക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം. മാക്കിലേക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഏതാണോ നമ്മുടെ കമ്പ്യൂട്ടർ ഏതാണോ അതിനനുസരിച്ചുള്ള ഫയൽ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് അതിനെ നേരെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ അതിന്റെ മറ്റ് പല വെർഷനുകളും നമുക്ക് ഇതിൽ കിട്ടും. നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു വെർഷനെ തന്നെ എടുത്താൽ മതി ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നേരെ സോഫ്റ്റ്വെയറിലേക്ക് വരാം. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ ഇത്രയാണ് കാണുക. ബാക്കി ഭാഗം എല്ലാം പേജിന്റെ ബാക്കി ഈ ഭാഗം എല്ലാം ഇങ്ങനെ കാലിയായി കിടക്കട്ടെ. വലിയ മോണിറ്ററാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ കാലിയായിട്ട് കിടക്കുകയാണ്. ഇത് നമ്മൾ സോഫ്റ്റ്വെയർ തുറന്നാൽ ഉടനെ ഇത്തരം സംവിധാനം ഇവിടെ കാണും. വോയിഡ് സെറ്റപ്പ് എന്നുള്ള ഒന്ന് കാണാം, വോയിഡ് ലൂപ്പ് എന്ന് കാണാം. ഇതിൽ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പുട്ട് യുവർ സെറ്റപ്പ് കോഡ് ഹിയർ ടു റൺ വൺസ്. അതായത് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഈ ആർഡിനോന്റെ ബോർഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കുന്ന കോഡ് ഫസ്റ്റ് മാത്രം റൺ ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് മാത്രം എന്ന് വെച്ചാൽ ഇത് ഓൺ ആക്കുന്ന സമയത്ത് മാത്രം അത് റൺ ചെയ്യും, പിന്നെ അത് റൺ ചെയ്യില്ല. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോഡ് ഇൻപുട്ട്, ഏതൊക്കെ പിന്നുകൾ ഇൻപുട്ട് ആക്കണം, ഏതൊക്കെ പിന്നെ ഔട്ട്പുട്ട് ആക്കണം, അത്തരം കോഡുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഭാഗം. അതേപോലെ തന്നെ വോയിഡ് ലൂപ്പ്, പുട്ട് യുവർ മെയിൻ കോഡ് ഹിയർ ടു റൺ റിപ്പീറ്റഡ്ലി. അതായത് നമ്മൾക്ക് അവിടെ കൊടുത്ത കോഡാണ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മെയിൻ കോഡുകളെല്ലാം ഇവിടെയാണ് വരിക. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇനി ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് നമ്മുടെ ആർഡിനോ ബോർഡിനെ, നേരത്തെ കാണിച്ചു തന്ന യുനോ ബോർഡിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ USB കേബിൾ വഴി ആർഡിനോന്റെ ബോർഡിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോർഡിനെ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചു. കണക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതിനെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ USB പോർട്ടിൽ ഞാനൊന്ന് കണക്ട് ചെയ്യാണ്. USB പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർഡിനോ യുനോ ബോർഡിലെ ഈ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. അപ്പൊ അത് ഇവിടെ കണക്ട് ആയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇതിലേക്കുള്ള യുനോ ബോർഡിലേക്കുള്ള പവർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പവർ ലഭിക്കുമ്പോഴാണ് ഈ ഒരു പച്ച ലൈറ്റ് കത്തുക. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിന്റെ ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയിട്ട് ഏത് ബോർഡാണ് ഇതിൽ കണക്ട് ചെയ്തത് എന്നുള്ളത് സോഫ്റ്റ്വെയറിന് അറിയിക്കണം. കാരണം യുനോ ചെയ്യാനാണെങ്കിലും പിന്നെ മിനി ആണെങ്കിലും എല്ലാം ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ടൂൾസിലാണ് ഇവിടെ ബോർഡ് സെലക്ട് ചെയ്യാനുണ്ട്. മിക്കതും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആർഡിനോ യുനോയിലാണ് വന്ന് നിൽക്കുക. ഓക്കെ, പിന്നെ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പല ഐറ്റം ബോർഡുകൾ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ഐറ്റം ബോർഡുകൾ, നാനോ, മെഗ, അങ്ങനെ ഒരുപാട് ബോർഡുകൾ ഇതിലുണ്ട്. ആർഡിനോ NG ഓർ ഓൾട്ടർനാട്ട് ഒരുപാടെണ്ണുണ്ട്.
ആർഡിനോ BT ബ്ലൂടൂത്ത് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആർഡിനോ യുനോ ആണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ അടുത്തത് വേണ്ടത് ടൂൾസിൽ പോയിട്ട്, അപ്പോൾ അത് ആർഡിനോ മിനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് മാറ്റി സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ വേറൊന്ന് പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ടൊന്ന് കാണാം. പ്രോഗ്രാമറിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആർഡിനോ ISP എന്നുള്ളത് സെലക്ട് ചെയ്യണം. ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് ആണ്. കാരണം ഇതിൽ തന്നെ പ്രോഗ്രാമർ ഉണ്ടല്ലോ, ഈ പ്രോഗ്രാമറിനെ ഉപയോഗിച്ചാണ് ഇതിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആർഡിനോ ISP എന്നുള്ളത് കൊടുക്കേണ്ടത്. പിന്നെ AVR ISP അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ആർഡിനോ ആസ് ISP എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആർഡിനോ ആസ് ISP, ആർഡിനോയെ ഒരു ഇൻസിസ്റ്റം പ്രോഗ്രാമർ ആക്കി മാറ്റുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർഡിനോയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് വയർ എടുത്തിട്ട് വേറൊരു ആർഡിനോയിലേക്കോ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിലേക്കോ കൊടുത്തിട്ട് ഇതിനെ പ്രോഗ്രാമറായിട്ട് യൂസ് ചെയ്യാം. ഈ സാധനത്തിനെ മൊത്തം പ്രോഗ്രാമറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏത് IC ചെയ്യണം, 8051 ATmega അല്ലെങ്കിൽ പല ICകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമറായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആർഡിനോ ആസ് ISP എന്നുള്ളത്. നമ്മൾ ആർഡിനോ ISP എന്നുള്ളതിലാണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നീട് വേണ്ടത് ഈ ടൂൾസ് തന്നെ പോർട്ട് സെലക്ട് ചെയ്യണം. പോർട്ട് ചിലത് ഡിഫോൾട്ട് COM1 എന്നുള്ളതൊക്കെയാണ് കാണുക. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ പോർട്ടിന് നമ്മളെ കേബിൾ മാറ്റി കുത്തുന്നതിനനുസരിച്ച് പോർട്ടിന്റെ ഇത് മാറും. ഇത് COM5 ആർഡിനോ യുനോ എന്നാണ്. ഞാൻ വേറെ ഒന്നിലേക്ക് മാറ്റിയിട്ടൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ചിലപ്പോൾ അത് മാറും അവിടുന്ന്. ഇവിടുത്തെ ഓക്കെ, ഇതിൽ ബാക്കിയുള്ള ഈ സൈഡത്തെ ഇപ്പൊ ഞാൻ അടിയിലുള്ള ഒരു പോർട്ടിലാണ് കൊടുക്കുന്നത്. അതിലെല്ലാം COM5 തന്നെയാണ് കാണിക്കുന്നത്. ചിലതിൽ മാറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ മാറും. എന്തായാലും ആർഡിനോ യുനോ എന്നുള്ള ഈ പേരടക്കം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ടിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി വേണ്ടത് ഇതിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട, അതൊക്കെ നമുക്ക് ഭാവിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ആദ്യം നമ്മൾ ഇനി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കോഡ് വേണ്ടേ. തുടക്കക്കാർക്ക് നമുക്ക് ഇതിൽ ഒരുപാട് കോഡുകൾ ഇതിൽ തന്നെ കാണും, ഈ സോഫ്റ്റ്വെയർ തന്നെ. ഇവിടെ എക്സാമ്പിൾ എന്നുള്ളത് കണ്ടോ. ഈ എക്സാമ്പിളിൽ പോയി കഴിഞ്ഞാൽ ബേസിക്, ഡിജിറ്റൽ, അനലോഗ്, കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ, സെൻസർ, ഡിസ്പ്ലേ, ഒരുപാട് ഐറ്റം കോഡുകൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡുകൾ അടക്കം ഇതിലുണ്ട്. നമുക്കിവിടെ ബേസിക്കിൽ ഒന്ന് പോകാം. ബേസിക്കിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ എല്ലാവരും കോഡിങ് തുടങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കോഡാണ് ബ്ലിങ്ക് കോഡ്. ബ്ലിങ്ക്, ഒരു ബ്ലിങ്ക് എന്നുള്ളതിന്റെ ഒരു കോഡ്. അപ്പൊ ഈ കോഡ് ഇതവിടെ വേറൊരു പേജിൽ തുറന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോഡ് ഒന്നുമില്ല, ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കാൻ. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയില്ല. അതായത് ഇങ്ങനെ ഒരു ഐഫോണൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റാർ റൂട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ എഴുത്ത് കോഡിന്റെ ഭാഗമല്ല. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലൂടെ എഴുതിയിട്ടുണ്ടോ, ടേൺസ് ആൻ LED ഓൺ ഫോർ എ 1 second, then off for 1 second റിപ്പീറ്റിൽ. അതെങ്ങനെ ഓരോ സെക്കൻഡ് ഇടവിട്ട് LED ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇത്. ആ പ്രോഗ്രാം ആര് എഴുതി, എന്ന് മോഡിഫൈ ചെയ്തു, അത്തരം ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും കോഡല്ല. ഓക്കെ, ഇനി അതിന്റെ താഴെയുള്ളതാണ് കോഡ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ക്യാമറയും താത്തിയിട്ടെടുക്കാം. താഴെ വരുന്ന ഈ ഒരു ഭാഗമാണ് അതിന്റെ കോഡ്. നമ്മൾ നേരത്തെ കണ്ട വോയിഡ് സെറ്റപ്പ് കണ്ടോ ഇവിടെ. സെറ്റപ്പ് ഫംഗ്ഷൻ വൺസ് വെൻ ദ പ്രസ് റീസെറ്റ് ഓർ പവർ ബോർഡ്, പവർ ഓൺ ആക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഇവിടെ നിന്നാണ് ഇത് കോഡ് തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ മേലെയുള്ള ഈ സംഭവങ്ങൾ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ഇവിടെ കോഡുകളെല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ അതിനൊന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം അവിടുന്ന് പോയി. ഇനി ഇവിടെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള കോഡ് മാത്രമാണ്. അപ്പോൾ വോയിഡ് സെറ്റപ്പ് ഇനീഷ്യലൈസ് ഡിജിറ്റൽ പിൻ LED ബിൽറ്റ് ഇൻ ആസ് ആൻ ഔട്ട്പുട്ട്. LED-ന്റെ ഔട്ട്പുട്ട് പിന്നെ ഏതാന്ന് സെറ്റാക്കി വെക്കാനാണ്. അത് തുടക്കത്തിൽ സെറ്റാക്കേണ്ടതാണ്. അപ്പോൾ അവിടെ പിൻ മോഡ് LED പിന്നെ ബിൽറ്റ് ഇൻ ഔട്ട്പുട്ട് എന്നുള്ള ഒരു പേര് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പിന്നെ LED-ന്റെ ഔട്ട്പുട്ട് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ബിൽറ്റിൻ LED ബിൽറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. എന്തായാലും പിൻ മോഡ് LED ബിൽറ്റിൻ ഔട്ട്പുട്ട്, LED ബിൽറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു പിന്ന് ഇതിന്റെ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ആക്കി വെച്ചു. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ലൂപ്പ് തുടങ്ങുകയാണ്. ഈ ഫംഗ്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ തവണ ഡിജിറ്റൽ റൈറ്റ്, അതിലേക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നൽ കൊടുക്കണം LED ബിൽറ്റിനിലേക്ക്. LED ബിൽറ്റിൻ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ വരുന്നത് LED ബിൽറ്റിൻ എന്ന് പറയുന്ന പിന്നിലേക്കാണ് കൊടുക്കേണ്ടത്. ഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റലിൽ 1 അല്ലെങ്കിൽ 5 വോൾട്ട് എന്ന് പറയുന്നതാണ് ഹൈ. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പൊ ഇവിടെ
എന്താ ചെയ്തത്, ഡിജിറ്റൽ റൈറ്റ് LED ബിൽറ്റ് എന്ന് പറയുന്ന പിന്നിനെ ഹൈ ആക്കി വെക്കും. അതായത് ആ പിന്നിലേക്ക് 5 വോൾട്ട് കൊടുക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. പിന്നെ അടുത്തുണ്ട് ഡിലേ 1000. ഡിലേ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ആണ്. 1000 എന്ന് പറയുന്നത് 1000 മില്ലി സെക്കൻഡ്. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇങ്ങനെ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മില്ലി സെക്കൻഡ് എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പൊ 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വരേക്ക് ഈ ഹൈ കൊടുത്തിട്ട് ഹൈ അവിടെ ഇങ്ങനെ നിൽക്കും, ഹൈ പോവില്ല. അടുത്തത് ഡിജിറ്റൽ റൈറ്റ് LED ബിൽറ്റ് ഇൻ. ആ LED ബിൽറ്റ് ഇൻ എന്ന് പറയുന്ന പിന്നിലേക്ക് അടുത്ത സിഗ്നൽ കൊടുക്കുകയാണ്. അടുത്ത സിഗ്നൽ എന്താ കൊടുക്കുന്നത്, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ആ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ LED ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഡിലേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യേണ്ടത് എത്രയാണ്, 1000 മില്ലി സെക്കൻഡ് ആണ്. 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോഡ് ഇവിടെ എത്തി, ഇവിടെ ഇത് ക്ലോസ് ചെയ്തു. ഇതിങ്ങനെ ഈ ഒരു ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് കോഡ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു, കാരണം ഇതൊരു വോയിഡ് ലൂപ്പ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ലൂപ്പാണ്. വീണ്ടും എന്ത് ചെയ്യും, ഈ 1000 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിട്ട് കോഡ് ആദ്യം ആ പിന്നിനെ ഹൈ ആക്കും, പിന്നെ വെയിറ്റ് ചെയ്യും, പിന്നെ ലോ ആക്കും, പിന്നെ വെയിറ്റ് ചെയ്യും, പിന്നെ ഹൈ ആക്കും, വെയിറ്റ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇപ്പൊ കോഡ് റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോഡിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ കണ്ടോ, ഇത് ആദ്യം വെരിഫൈ ഒന്ന് കൊടുക്കുക. വെരിഫൈ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിൽ ചെയ്തതിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ താഴത്താണ് അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുക. ഇവിടെ കണ്ടോ, ഡൺ കമ്പൈലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ഈ കോഡിൽ നമ്മൾ കറക്റ്റ് അല്ലാത്ത എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും, അടിഭാഗത്ത് എഴുതി കാണിക്കും. അപ്പൊ കോഡിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം. ഒക്കെ ഒറ്റ സ്ക്രീനിലേക്ക് കൊള്ളുന്നതിന് വേണ്ടി ചെറുതാക്കി വെച്ചതാണ്. ഇനി ഇവിടെ ഇതിൽ കണ്ടോ അപ്ലോഡ്, ജസ്റ്റ് നമ്മൾ അപ്ലോഡ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കമ്പൈലിംഗ്, അപ്ലോഡിങ്. ആ ഡാറ്റ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ഫ്ലാഷ് ചെയ്തിരുന്നു, ഫ്ലാഷിങ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, എന്തൊരു എറർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ, അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, ഏകദേശം ആവാറായി. ഓക്കെ, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിവിടെ ചെറിയൊരു എറർ വന്നിരുന്നു നേരത്തെ. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിൽ പ്രോഗ്രാമറിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണ്ടോ അപ്ലോഡിംഗ് എന്ന് കാണിക്കും. ആ സമയത്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ആ LED ഫ്ലാഷ് ചെയ്യുന്നത് അതിലേക്കുള്ള പ്രോഗ്രാം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതിവിടെ കഴിഞ്ഞ് ഡൺ അപ്ലോഡിങ് വന്നു, അപ്ലോഡിങ് ഡൺ ആയി. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് നോക്കാം, ഇതിൽ ഒരു LED കണ്ടോ ഫ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ LED ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്തത്. അപ്പൊ ബിൽറ്റിൻ ഔട്ട് LED ബിൽറ്റിൻ എന്ന് പറഞ്ഞത് ബിൽറ്റിൻ ആയിട്ട് ഇതിന്മേൽ തന്നെ വരുന്ന ഒരു LED ഫ്ലാഷ് ചെയ്യിപ്പിക്കാനുള്ള കോഡാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടുത്തെ കോഡിൽ ചെറിയൊരു മാറ്റം വരുത്തും. അപ്പൊ ഇത് 1000 എന്നുള്ളത് നമ്മളിവിടെ 500 ആക്കാണ്. ഇത് 500 ആക്കി, ഓഫ് ആയിരിക്കുന്ന സമയം 500 ആക്കി, ഓൺ ആക്കി ഇരിക്കുന്ന സമയം 500 ആക്കി. ഇനി ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് ഫ്ലാഷ് ചെയ്യുന്ന ലെവൽ കണ്ടില്ലേ? ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. ലോഡിങ് കഴിഞ്ഞു, ഫ്ലാഷിങ് കണ്ടോ, കുറച്ചുകൂടെ സ്പീഡായി. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഇതിൽ എങ്ങനെ ഇത് ഫ്ലാഷ് ചെയ്യണം എന്നുള്ളതിനെ നമുക്ക് ഇവിടെ തീരുമാനിച്ചു വെക്കാം. അപ്പൊ ഇപ്പൊ ചെയ്തത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു LED ഫ്ലാഷ് ചെയ്യിപ്പിക്കാനാണ്. ഇനി പുറത്തുള്ള ഒരു പിന്നിൽ ഒരു LED കൊടുക്കുകയാണെങ്കിലോ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പിൻ എടുക്കാം. അപ്പൊ 7 ഇതിനോരോ പിന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 7ാമത്തെ പിന്നിനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കണം. 7ാമത്തെ പിന്നിൽ LED കണക്ട് ചെയ്തിട്ട് അതിനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കണം. അതിനുള്ള കോഡ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആദ്യം ഏത് പിന്നാണോ LED വേണ്ടി കൊടുക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കണം. അപ്പൊ അത്തരത്തിൽ മെൻഷൻ ചെയ്ത് വെക്കുന്നതൊക്കെ ഈ വോയിഡ് സെറ്റപ്പിന്റെയും മുൻപാണ് വരിക. ഇവിടെ കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ 13 അല്ല, 7ാമത്തെ പിന്നിന് നമുക്ക് കൊടുക്കാം. 7ാമത്തെ പിന്നിന് ഇവിടെ കണ്ടോ, കോൺസ്റ്റന്റ് ഇന്റ് LED പിന്ന് 7. 7ാമത്തെ പിന്ന് LED പിൻ എന്നുള്ള ഒരു പേരിൽ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഇതിപ്പോ LED ബിൽറ്റിൻ എന്നാണ് ഇവിടെ കൊടുത്തിരുന്നത്. പകരം നമുക്ക് ഇതിന് LED ആ പിന്നിന് എന്താണോ പേര് കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ LED പിൻ എന്നുള്ള പേരല്ലേ കൊടുത്തത്, ആ പേരിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. LED പിന്ന് ഇവിടെ ഔട്ട്പുട്ട് ആക്കി മാറ്റി. ഇനി ഇവിടൊക്കെ അതേ പേര് കൊടുക്കുക. ഇവിടെ ഡിജിറ്റൽ റൈറ്റ്, ഇവിടെ LED പിന്ന് തന്നെ കൊടുക്കാം. ഇവിടെ LED പിന്ന്, അതുപോലെ തന്നെ ഇതിന് LED പിന്നാക്കി. LED പിന്ന് ഇവിടെ
ലോ ആക്കണം, ഹൈ ആക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഇനി നമുക്കൊന്ന് ഇത് വെരിഫൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ ഇവിടെ ഇതൊന്ന് നോക്കാം. പിന്നെ നമുക്ക് പോർട്ട് മാറ്റി കണക്ട് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞുണ്ട് COM3 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിവിടെ ഇത് ചെയ്യാണ്, പ്രോഗ്രാമിംഗ് ചെയ്യാണ്, കമ്പൈലിംഗ്, ലോഡിങ്. ഇപ്പോൾ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അപ്ലോഡിങ് ആയിട്ടുണ്ട്, കണ്ടോ, അപ്ലോഡിങ് കാണിച്ചു. ഈ LED ഇപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക, കാരണം ഇതിന് ഫ്ലാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി ഇവിടെ 7ാമത്തെ പിന്നിൽ നമ്മൾ LED കണക്ട് ചെയ്യണം. 7ാമത്തെ പിന്നിൽ LED പോസിറ്റീവും LED നെഗറ്റീവ്, ഈ ബോർഡിൽ തന്നെ എവിടെയെങ്കിലും കോമൺ നെഗറ്റീവുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഫോക്കസ് ആയി കിട്ടുന്നില്ല, അവിടെ കണ്ട ഗ്രൗണ്ട്. അപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്കോ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതിനൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് കണ്ടോ, ആ LED 7ാമത്തെ പിന്നിൽ LED പോസിറ്റീവ്, ഇവിടെ ഈ ഗ്രൗണ്ടിൽ LED നെഗറ്റീവ് കൊടുത്തപ്പോൾ LED ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ഫ്ലാഷിംഗ് ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാൻ നമുക്ക് ഒരു 100 മില്ലി-സെക്കൻഡിൽ സ്പീഡിൽ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണും ഓഫ് ടൈമും 100 മില്ലി-സെക്കൻഡ് വീതാക്കി ഇനി ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡിങ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേബിൾ മിസ്സായിരുന്നു, അപ്പോൾ അപ്ലോഡായി. കണ്ടോ, കുറച്ചും പാടെ നേരത്തേക്കാൾ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ പോർട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിസ്സാവുന്നുണ്ട്, കണക്ഷൻ ഒന്നും ലോസ്റ്റ് ആയിട്ടുണ്ട്. വയറ് കുറച്ച് പഴയ കേബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നീളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ ചെറിയ കേബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കേബിൾ ആകുമ്പോൾ ശരിക്ക് കണക്ഷൻ കിട്ടും. മറ്റേത് പ്രിന്ററിന്റെ കേബിളാണ് ഉപയോഗിച്ചിരുന്നത്. ചെറിയ കേബിൾ വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഇതാണ് പെട്ടെന്ന് അപ്ലോഡിംഗ് ആയി. LED ഫ്ലാഷിംഗ് സ്പീഡ് വർദ്ധിച്ചു. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഒരു LED നമുക്ക് സ്പീഡിൽ കൺട്രോൾ ചെയ്യിപ്പിക്കാനും ഒക്കെ പല കാര്യങ്ങൾക്കും ഈ ഒരു കോഡുകൾ ഉപയോഗിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോഡ് മാത്രമാണ് ഇത് ചെയ്തത്. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്താ വേണ്ടത് അതുപോലെ എഴുതി വെക്കുകയാണ്. LED ഔട്ട്പുട്ട് ആക്കി വെച്ചു, പിന്നെ LED പിന്നായിട്ട് 7ാമത്തെ പിന്നിനെ കൊടുത്തു. നമുക്ക് നേരെ ഇവിടെ അത് ഫ്ലാഷ് ചെയ്യണം, ഓൺ ആവണം, പിന്നെ അത് ഓഫ് ആവണം എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചു. അതോടുകൂടി ഇവിടെ കോഡ് വർക്കിംഗ് ആയി. ഇനി ഇതിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിളുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിളുകൾ കാണാം. അതുകൊണ്ട് ഡിസ്പ്ലേകൾ കണക്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ USB അറ്റാച്ച്, കീബോർഡ്, മൗസ് അങ്ങനത്തതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് തുടങ്ങി ഒരുപാട് വലിയ വലിയ സർക്യൂട്ടുകൾ വരേക്ക് ഉള്ള എക്സാമ്പിളുകൾ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് അപ്പൊ ഒരു കീബോർഡ് മൗസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കോഡ് എടുത്ത് നോക്കാം. അതിന്റെ വലിപ്പം കാണിച്ചു തരാനാണ് കേട്ടോ. ആണോ, ഇത്രയുള്ള കോഡുകൾ. സംഭവം ഇത് നമ്മൾ മറ്റൊരു മൈക്രോ കൺട്രോളറിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ കോഡ് ചെയ്യേണ്ടി വരും. ആർഡിനോ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതാണ് ആർഡിനോന്റെ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർഡിനോയില് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ കോഡുകൾ ചെയ്തെടുക്കാം. കൂടാതെ നമുക്ക് ഇന്റർനെറ്റിൽ ഒരുപാട് പ്രോഗ്രാം കോഡ് കിട്ടും. ആ പ്രോഗ്രാം കോഡൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എവിടെന്നെങ്കിലും ഇതേപോലെ കിട്ടുന്ന കോഡിനെ നേരെ വരിക, കോപ്പി ചെയ്യുക, നേരെ CTRL-C അടിക്കുക, കോപ്പി അടിക്കുക, നേരെ നമുക്ക് ഏതൊക്കെയാണോ ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക. നമുക്കിവിടെ കോഡ് റെഡിയായി. ഇനി നേരെ ഇത് അപ്ലോഡ് കൊടുത്താൽ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് ആ പ്രോഗ്രാം കോഡ് വന്നു. പിന്നെ നമ്മൾ അതിനനുസരിച്ച് വയറിംഗ് ഡയഗ്രാം ഇതിൽ നിന്ന് ഓരോ പിന്നിൽ നിന്നും എങ്ങോട്ടേക്ക് ഡയഗ്രാം കൊടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ അല്ലേ ആർഡിനോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർഡിനോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചെറിയ ഐഡിയ തന്നത്. ഇനി ആർഡിനോയുമായി അറ്റാച്ച് ചെയ്യാവുന്ന ഒരുപാട് സെൻസറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം സെൻസറുകളെ കുറിച്ച് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറയാം.